ഈ ഞാൻ പറഞ്ഞതിന് പലർക്കും എതിർപ്പുണ്ടാവും. ഇത് പിന്നെ ഈ ഇപ്പോഴത്തെ പടത്തിൽ എന്താണ് പ്രശ്നമെന്ന്, തെലുങ്കാനയിൽ കൊന്ന് പ്രഷർ വെട്ടിക്കൂട്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളത്തിലേക്ക് കളഞ്ഞു എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ആ പെണ്ണ് ചോദിച്ച് പറഞ്ഞെന്താണ്, മലയാള സിനിമ സൂക്ഷ്മദർശി എന്ന പടമാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയെന്ന് പറഞ്ഞു. അതെ, അതൊക്കെ പക്ഷേ അത് ട്രൂ ആയിരിക്കും. കാരണം നമുക്കൊരു പടമൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ പെണ്ണിന്റെ ഭർത്താവാണ് പറഞ്ഞത്, ആ കൊന്ന ആളുടെ പ്രതി, അവര് ആ പ്രതിയാണ് പറയണത്. ഞാൻ മലയാള പടം സൂക്ഷ്മദർശി എന്ന പടം കണ്ടിട്ടാണ് എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായത് ഇങ്ങനെയെന്ന്. അപ്പൊ ഇത് ഓൾമോസ്റ്റ് നമ്മളുടെ പടങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ പ്രതി പറയുന്നത്. ശരിയാ. പിന്നെ നമ്മൾ നോക്കുക, ഈ പഴയ പടത്തില് കുറെ ഇങ്ങനെ ഈ ബിന്ദുനം അതുപോലത്തുള്ള പടങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ പടങ്ങളൊന്നും ഇല്ല. ഒരു കൂട്ടുകുടുംബവും ഇല്ല, തൊഴിലാളികളില്ല, ഒക്കെ ക്രൈമായിട്ട് മാറുന്നു, അത്രേ ഉള്ളൂ. ചിലപ്പോ ഒരു പക്ഷേ പഴയ സംഭവങ്ങൾ തിരിച്ചു വരെയിരിക്കാം, വന്നാൽ നല്ലത് എന്ന് കഥകളായിട്ട് പോട്ടെ. നമുക്ക് നന്മ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ സിനിമയിലൂടെ.